Hi everyone. നമുക്ക് normal distribution പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പഠിക്കാം. So we have already learned that there are two types of normal distributions. The normal distribution n mu sigma, where mu and sigma are the parameters, and then we have the normal distribution n01, where mu is equal to 0 and sigma equal to 1. അതായത് n mu sigma നോർമൽ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ PDF എഴുതുമ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും, സിഗ്മയും മ്യൂ. PDF എന്തായിരുന്നു? 1/sigma√2 e raised to minus x minus mu the whole square by 2 sigma സ്ക്വയറും. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ PDF എന്ന് പറയുന്നത് 1/√2 e raised to minus x square by 2 അല്ലെ? അതായത് ആദ്യത്തേനകത്ത് മ്യൂവിന് 0, സിഗ്മയ്ക്ക് 1 ഇടുമ്പോൾ വി ഗെറ്റ് ദ സെക്കൻഡ് വൺ. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ n മ്യൂ സിഗ്മ വേരിയബിളിനെ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അതേ റാൻഡം വേരിയബിൾ n01 കൊടുത്താൽ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നോർമലി വാട്ട് വി ഡു ഇസ് n01 റാൻഡം വേരിയബിളിനെ നമ്മൾ ഇസഡ് എന്ന് വിളിക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആയിരിക്കും. ഇസഡ് എന്ന് പറയുന്നത് n01, അതായത് മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ഉള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിനെ അല്ലെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിനെ നമ്മൾ ഇസഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് ഇസഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്, രണ്ടും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ എക്സിൽ നിന്ന് ഇസഡിലേക്ക് മാറാൻ ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു 0, സിഗ്മ ഈക്വൽ ടു 1 എന്ന് PDF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. പക്ഷേ എക്സും ഇസഡും തമ്മിൽ വേറൊരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ ഇസഡ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിലേക്ക് വേരിയബിളിനെ കൺവേർട്ട് ചെയ്യാൻ ദർ ഇസ് ആക്ച്വലി എ റിലേഷൻ. ആ റിലേഷനെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ ആയിട്ടാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള റിലേഷൻ ആണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഇസഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള അല്ലെ മാറ്റാനുള്ള ഒരു റിലേഷൻ ആണത്. ആ റിലേഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ഒന്നാമത്തെ PDF നമ്മൾ ഇങ്ങനൊരു റിലേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേത് കിട്ടും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിനകത്ത് ഇത് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. So next what we are going to study is a relation between the normal variable x and the standard normal variable z. So note എഴുതിക്കോ. Heading relation between n mu sigma, n bracket nathu mu sigma and n01. Relation between n mu sigma and n01 within brackets. And താഴെ എഴുതു, let capital X be an n mu sigma random variable. Let capital X be an n mu sigma random variable. ഞാൻ n mu sigma എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ n എഴുതി ബ്രാക്കറ്റിനകത്ത് mu, sigma എന്ന് വേണം എഴുതാൻ. And let capital Z be an n01 random variable. And capital Z be an n01 random variable. That is, ഞാൻ ഈ എഴുതിയേക്കുന്ന പോലെ എഴുതിക്കേ. That is, x follows n mu sigma and z follows n01. That is, x follows n mu sigma and z follows n01. Then the relation between x and z is given by, then the relation between x and z is given by, ഞാൻ ഈ സർക്കിൾ ചെയ്തേക്കുന്നത് എഴുതിക്കേ, z is equal to x minus mu by sigma. Given by z equal to x minus mu by sigma. This relation is used to transform a normal variable
എ നോർമൽ ക്യാപിറ്റൽ N ആണ് കേട്ടോ, എ നോർമൽ വേരിയബിൾ with mean mu and standard deviation sigma to a standard normal variable. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻ. ഇതിന്റെ ഇസഡിനെ നമ്മൾ ഇസഡ് സ്കോർ എന്നും വിളിക്കാറുണ്ട്. ഇസഡ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ. അപ്പൊ എപ്പോഴും ഓർത്തോണം, നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ എക്സ് വിൽ ബി എ നോർമൽ വേരിയബിൾ അല്ലെങ്കിൽ എക്സ് വിൽ ഫോളോ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. വൈൽ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് the standard normal distribution, and the relation between x and z is z equal to x minus mu by sigma. ഇനി നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തോട്ട് പോവാണ്, which is called the normal tables. ഈ നോർമൽ ടേബിൾസ് എന്ന് വെച്ചാൽ, ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒത്തിരി ആപ്ലിക്കേഷനുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നോട് പറഞ്ഞ എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? 1/σ√2 π e raised to minus x minus mu the whole square by 2 sigma square എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല, അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തുള്ള പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് പാടാണ്. കാരണം നമുക്കറിയാം, സപ്പോസ് ഞാൻ പറയാണ് എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്, എനിക്ക് ഐ നീഡ് ദ പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് ഞാൻ പറഞ്ഞാൽ, റെഗുലർ മെത്തേഡ് അനുസരിച്ച് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ 2 മുതൽ 10 വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട്. പക്ഷേ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നോക്കൂ, അവിടെ എക്സ് ഉണ്ട്. എക്സ് എവിടെയാണ്? എക്സ്പൊണൻഷ്യലിന്റെ മുകളിൽ ഒരു സ്ക്വയർ ഫംഗ്ഷൻ ആയിട്ടൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് എക്സ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫംഗ്ഷൻ ഓഫ് എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂഷൻ, മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയൊക്കെ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റീസ് തരുന്ന ഒരു ടേബിൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ടേബിളിനെയാണ് നമ്മൾ നോർമൽ ടേബിൾസ് എന്ന് പറയുന്നത്. പക്ഷേ നോർമൽ ടേബിൾസ് തരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റീസ് അല്ല, പകരം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റീസ് ആണ്. പിന്നീട് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് നോർമലിനെ സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടേബിൾ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. തൽക്കാലം നമുക്ക് നോർമൽ ടേബിൾ എന്താണെന്ന് മാത്രം നോക്കാം. സോ നോർമൽ ടേബിൾ എന്ന് പറയുന്നത് ഇസഡിനെ ബേസ് ചെയ്തുള്ള പല പല പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്ന ഒരു ടേബിളാണ്. ഓക്കെ, അതായത് ഇസഡിന്റെ പല വാല്യൂസിന്, ഇസഡിന്റെ 0 മുതൽ ഏകദേശം 3.5 വരെയുള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് തരുന്ന ഒരു ടേബിളാണ് നോർമൽ ടേബിൾ. അത് സത്യത്തിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ്, നമ്മൾ അതിനെ നോർമൽ ടേബിൾസ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി എന്ത് പ്രോബബിലിറ്റിയാണ് നോർമൽ ടേബിൾസ് തരുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇങ്ങനത്തെ അറ്റം -∞, ഇവിടെ ഇൻഫിനിറ്റി. ഒരു നോർമൽ ഗ്രാഫിന്റെ അടിയിലത്തെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഞാനിപ്പോ ഈ ഡോട്ട് ഇട്ട് വെച്ചേക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റിയോട് ഈക്വൽ ആണെന്നും അത് 1 ആണെന്നും അറിയാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. മീൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള പ്രോബബിലിറ്റിയോട് ഈക്വൽ ആണ്. അത് ആ ടേബിൾ ഗ്രാഫിന്റെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയതുകൊണ്ട് ഈ ഏരിയയും ഈ പ്രോബബിലിറ്റിയും 1 ആണ്. അതായത് ഞാൻ ഈ കുത്തിട്ട് വെച്ചേക്കുന്ന ടോട്ടൽ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈസ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ഇസഡ്, സോറി
ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഈ പ്രോബബിലിറ്റിയോട് ഈക്വലും ആണ്, അതിന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതിയുടെ വാല്യൂ എന്തായിരിക്കും? ഞാൻ സപ്പോസ് ഇതിന്റെ ഈ ഒരു ഹാഫ് മാത്രം ഷെയ്ഡ് ചെയ്യാണ്. ഈ ഒരു ഹാഫ് എന്ന് വെച്ചാൽ സത്യത്തിൽ എന്താ? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയയാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്തിനോട് ഈക്വൽ ആയിരിക്കും? റെഡിലെ മാർക്ക് ചെയ്തതിന്റെ ഞാൻ റെഡിൽ തന്നെ എഴുതാം. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റിയോട് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോ ടോട്ടൽ ഏരിയ 1 ആണ്. 0യിൽ വെച്ച് അത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നത് പകുതി ഏരിയ ആയിരിക്കില്ലേ? പകുതി ഏരിയ അപ്പൊ എന്തായിരിക്കും? ടോട്ടൽ 1 ആണെങ്കിൽ പകുതി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അതായത് 0.5 ആയിരിക്കും. അപ്പൊ ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ഇനി ഞാൻ അതിന്റെ ഇപ്പുറത്തെ സൈഡ് ഗ്രീനിൽ മാർക്ക് ചെയ്യണം, അല്ലെ മൾട്ടി കളറിൽ മാർക്ക് ചെയ്യാണ്. ഇതെന്തായിരിക്കും? ദിസ് വിൽ അഗെയിൻ ബി 0.5, കാരണം അത് അതിന്റെ മറ്റൊരു പകുതിയാണ്. സോ ഈ രണ്ടാമത്തെ മൾട്ടി കളേർഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയും എന്ത് തന്നെയായിരിക്കും? ദാറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു 0.5. അപ്പൊ ഒരു നോർമൽ ടേബിളിന്റെ നോർമൽ ഗ്രാഫിന്റെ ടോട്ടൽ ഏരിയ 1 ആയതുകൊണ്ട് അതിന്റെ ഓരോ ഹാഫും വിൽ ബി ഈക്വൽ ടു 0.5. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ടേബിൾസ് വരുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ നോർമൽ കർവിന്റെ ഈ ഒരു ഏരിയയും പ്രോബബിലിറ്റിയുമായിട്ടുള്ള ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ തരുന്ന ഒരു ടേബിൾ ആണ് നോർമൽ ടേബിൾ. എന്ന് വെച്ചാൽ ഒരു നോർമൽ ടേബിളിനകത്ത് നമുക്ക് കിട്ടുന്നത് ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ്. പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇസഡ് ആൽഫ. ഇസഡ് ആൽഫ എന്ന് പറയുന്നത് എനി നമ്പർ. ഓക്കെ, എനി നമ്പറിന് നമ്മൾ വെറുതെ ഒരു പേര് കൊടുക്കുന്നതാണ് ഇസഡ് ആൽഫ. ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് നോർമൽ ടേബിൾ തരുന്നത്. ഈ പ്രോബബിലിറ്റി നമ്മളൊരു ഏരിയ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ വരും? ഈ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 0 മുതൽ ഏതോ ഒരു ഇസഡ് ആൽഫ വരെയുള്ള പ്രോബബിലിറ്റി. അത് നമ്മൾ നമ്മുടെ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും, അല്ലെ? 0 മുതൽ ഒരു ഇസഡ് ആൽഫ വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 മുതൽ ഇസഡ് ആൽഫ വരെയുള്ള ഏരിയക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നില് ഈ ഏരിയയുടെ വാല്യൂ ആണ് നോർമൽ ടേബിൾസ് തരുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ് നോർമൽ ടേബിൾ തരുന്നതെന്ന് പറയാം. ഇനി വി ക്യാൻ സീ ഹൗ എ നോർമൽ ടേബിൾ ലുക്സ്. ഇതാണ് ഒരു നോർമൽ ടേബിൾ. നോർമൽ ടേബിളിനകത്ത് രണ്ട് കാര്യങ്ങൾ കാണും. അതിന്റെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും ഇസഡിന്റെ വാല്യൂസ് ആണ്, അതായത് ഇസഡ് ആൽഫയുടെ വാല്യൂസ് ആണ്. ഇസഡ് ആൽഫയുടെ വാല്യൂ 0 മുതൽ 3.49 വരെയാണ് വേരി ചെയ്യുന്നത്. 3.5 എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇസഡ് ആൽഫ എന്ന് പറയുന്ന സാധനത്തിന്റെ ഫസ്റ്റ് ഡെസിമൽ വരെയുള്ളതാണ് ഈ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത്. അതിന്റെ സെക്കൻഡ് ഡെസിമൽ ആണ് ഈ ഫസ്റ്റ് റോയിൽ കിടക്കുന്നത്. അപ്പം നോക്കൂ, ഇവിടെ തന്നെ പടം കാണിച്ചിട്ടുണ്ട്. 0 മുതൽ ഇവിടെ ഇസഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ അതിനെ ഇസഡ് ആൽഫ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 0 മുതൽ ഇസഡ് ആൽഫ വരെയുള്ള ഏരിയ, ആ ഏരിയയുടെ വാല്യൂസ് ആണ് ഈ അകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടക്കുന്നതെല്ലാം. അപ്പൊ യെലോയിൽ കിടക്കുന്നത് ഇസഡിന്റെ വാല്യൂസും അല്ലെ ഇസഡ് ആൽഫയുടെ വാല്യൂസും, അകത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ കിടക്കുന്നതെല്ലാം ഏരിയയുടെ, അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? 0 മുതൽ ഇസഡ് ആൽഫ വരെയുള്ള ഏരിയ 0 മുതൽ ഇസഡ് ആൽഫ വരെയുള്ള പ്രോബബിലിറ്റിക്ക് ഈക്വൽ ആണ്, അല്ലെ? ആ പ്രോബബിലിറ്റി വാല്യൂസ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമുക്ക് ഒരു പ്രോബബിലിറ്റി വേണം. അതായത് എനിക്ക് ഇസഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഐ വോണ്ട് ദ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.52. അതായത് നമ്മുടെ ഇവിടെ ഇസഡ് ആൽഫയ്ക്ക് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ് 1.52. ഇങ്ങനെ നോർമലിനെ ബേസ് ചെയ്ത് ഏതൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാഫ് വരച്ചിട്ട് അത് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും സെൻട്രൽ 0 എന്ന് ആദ്യമേ ഇട്ടേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്നത് 0 മുതൽ 1.52. ഈ 1.52 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ 0യുടെ റൈറ്റ് സൈഡിൽ എവിടെയോ കിടക്കും. അതിന്റെ ദൂരം ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. റൈറ്റും ലെഫ്റ്റും തമ്മിൽ മാറിപ്പോരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1.52 പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 0യുടെ റൈറ്റ് സൈഡിൽ കിടക്കും. അപ്പൊ 0 മുതൽ 1.52 വരെയുള്ള പ്രോബബിലിറ്റി ആണ് വേണ്ടുന്നത്. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഏരിയയോട് ഈക്വൽ ആണല്ലോ. ഇങ്ങനെ നമ്മൾ വരച്ചു നോക്കുന്നത്
ടേബിളിൽ തരുന്ന ഏരിയ തന്നെയാണോ നമുക്ക് വേണ്ടുന്നതെന്ന് അറിയാനാണ്. ഇപ്പൊ നിങ്ങൾ ഈ ടേബിളും ഈ ഏരിയയും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നോക്കൂ, ടേബിളിലെ അതേപോലെയാണ് എനിക്ക് ആവശ്യമുള്ള സ്ഥലവും കിടക്കുന്നത് അല്ലേ? അതായത് ടേബിളിൽ എനിക്ക് വേണ്ടുന്നത് എനിക്ക് വേണ്ടുന്നത് 0 മുതൽ 1.52 അത് തന്നെയല്ലേ നിങ്ങളുടെ ടേബിളിലെ റീജിയനും. ഇപ്പൊ ടേബിളിലെ അതേപോലത്തെ ഏരിയയാണ് എനിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ടേബിൾ നോക്കി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റീഡ് ചെയ്താൽ മതി. എന്ത് റീഡ് ചെയ്താൽ മതി? ഇസഡ് ആൽഫയുടെ വാല്യൂ 1.52ന്റെ നേരെയുള്ള ഏരിയ റീഡ് ചെയ്താൽ മതി. അതെങ്ങനെ റീഡ് ചെയ്യും? 1.52, അതായത് ഒരു ഡെസിമൽ വരെ ഫസ്റ്റ് കോളത്തിലും രണ്ടാമത്തെ ഡെസിമൽ റോയിലുമാണ് നോക്കേണ്ടത്. അപ്പൊ 1.52 എന്നുള്ളത് ഇവിടെ കണ്ടുപിടിച്ചെടുക്കണം. ഇതാ എടുക്കുന്നു. എന്നിട്ട് 1.52 എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം? 1.52 എന്ന് വെച്ചാൽ 1.5 ഇവിടെയും 0.02 മുകളിലും, അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ, അതായിരിക്കും എൻ്റെ പ്രോബബിലിറ്റിയുടെ വാല്യൂ. ഇവിടെ അത് വന്നേക്കുന്നത് 0.4357 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ടേബിളിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 0.4357. ഒരു എക്സാമ്പിളോട് നോക്കാം. I want probability of 0 less than z less than 2.67. ഇമ്മീഡിയറ്റ്ലി ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിനകത്ത് റഫായിട്ട് മതി. 0 ഇവിടെ, 2.67 ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ എവിടെയോ കിടക്കും. 0 മുതൽ 2.67 വരെ. അപ്പൊ ഇവിടെ എനിക്ക് വേണ്ടുന്നത് ഇതേ ഏരിയ ആണ്. അപ്പൊ ടേബിളിന്റെ അതേപോലെയാണ് നമുക്ക് ഇപ്പോഴും വേണ്ടുന്നത്. അതിന്റെ അർത്ഥം ടേബിൾ നോക്കി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റീഡ് ചെയ്താൽ മതി. എന്താ റീഡ് ചെയ്യേണ്ടത്? 2.67ന്റെ വാല്യൂ, അതായത് 2.6നെ ഇവിടെ എടുക്കണം. 0.07 എന്ന് പറയുന്നത് മോളിൽ നിന്നും എടുക്കണം. അപ്പൊ 2.6ഉം 0.07 കോയിൻസൈഡ് ചെയ്യുന്ന 0.4962 എന്ന് പറയുന്നതാണ് എനിക്ക് വേണ്ടുന്ന ആൻസർ. 0.4962. ഇനി എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ 0 മുതൽ തന്നെ വരണം എന്നില്ല. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്നിരിക്കാം. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 1.5 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2.5. 1.5 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2.5. പല രീതിയിലാണ് പ്രോബബിലിറ്റി ചോദിക്കുന്നത്. പക്ഷെ ഏത് പ്രോബബിലിറ്റി ചോദിച്ചാലും നമുക്ക് ആ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായിരിക്കും? ഇമ്മീഡിയറ്റ്ലി ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ. നമുക്കുള്ള രണ്ട് വാല്യൂസ് 1.5ഉം 2.5 രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ 1.5 ഇവിടെ വന്നാൽ 2.5 ഇവിടെ ആണ് വരിക. 1.5ൽ ഒരു വര കൊടുക്കുക, 2.5ലും ഒരു വര കൊടുക്കുക. 1.5നും 2.5നും ഇടയിലുള്ള ഏരിയ, ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു ഏരിയ നമ്മളുടെ ടേബിളിൽ ഇല്ല. ഉണ്ടോ? ടേബിളിൽ 0 മുതൽ ഏതെങ്കിലും ഒരെണ്ണം വരെയുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1.5നും 2.5നും ഇടയിലുള്ള ഈ ഏരിയ ആണ് വേണ്ടത്. നമുക്ക് 0 മുതൽ സംതിങ് വരെയുള്ളത് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏരിയ എന്ന് പറയുന്നത് 0 മുതൽ 2.5 വരെയുള്ള ഏരിയയിൽ നിന്നും 0 മുതൽ 1.5 ഉള്ള ഈ റീജിയൻ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടില്ലേ? ഈ വലിയ സ്ഥലത്തുനിന്ന് ഇത്രയുമുള്ള ഏരിയയിൽ നിന്നും ഇത്രയുമുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമല്ലേ നമുക്ക് ആവശ്യമുള്ളത്? ആ രീതിയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ? അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.5. പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2.5 എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ 2.5 വരെയുള്ള ഏരിയ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടേബിളിൽ നിന്ന് കിട്ടും. അടുത്തത് 0 to 1.5 എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ 1.5 വരെയുള്ള ഈ ഏരിയ, അതും നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഈ ഡാർക്കൻ ചെയ്ത റീജിയന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 2.5ന്റെ നേരെയുള്ള വാല്യൂ എന്താണ്? 2.5 എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെസിമൽ ഇല്ല, 0 ആണെന്ന് അർത്ഥം. അപ്പൊ ഇവിടുന്ന് 2.5 എടുക്കുക, സെക്കൻഡ് ഡെസിമൽ 0, അത് 4938 ആണ്. ഓക്കെ, 2.5 ഇവിടെ 2.5ഉം അതിന്റെ നേരെയുള്ളത് 0.4938. അപ്പൊ ആദ്യത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 0.4938 മൈനസ് രണ്ടാമത്തെ വാല്യൂ എന്താണ്? 1.5ന്റെ നേരെയുള്ള വാല്യൂ.
1.5 സെക്കൻഡ് ഡെസിമൽ ഇല്ല. അപ്പൊ ഫസ്റ്റ് വാല്യൂ തന്നെ, അതായത് 0.4332 മൈനസ് 0.4332. ഇതാണ്. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ ടേബിളിൽ ഇല്ലാത്ത പോലത്തെ ഒരു ഏരിയ നമ്മളോട് ചോദിച്ചാൽ അതിനെ ടേബിളിൽ ഉള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം നമ്മൾ ടേബിൾ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഐ വാണ്ട് പ്രോബബിലിറ്റി ഓഫ് Z greater than 1.65. Probability of Z greater than 1.65. ഇപ്പോൾ 0 ആണ് സെൻട്രൽ വാല്യൂ. 1.65 ഏകദേശം ഇവിടെ വരും. നമുക്ക് 1.65നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് വേണ്ടത്. ഗ്രേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതിനെക്കാട്ടിൽ കൂടുതൽ. ഇവിടെ 1.65നേക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ഭാഗം ഏതായിരിക്കും? അതാണ്ട് ഇതായിരിക്കും. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ടേബിളിൽ അതില്ല. ടേബിളിൽ എന്തേ ഉള്ളൂ? 0 മുതൽ എവിടം വരെയെങ്കിലും ഉള്ളതുണ്ട്. അതായത് ഞാൻ ഈ എക്സ് ഇട്ടേക്കുന്ന ഭാഗം എനിക്ക് ടേബിളിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടും. അതുപയോഗിച്ച് എനിക്ക് ലൈൻ ഇട്ടേക്കുന്ന ഈ ഭാഗം കിട്ടണം. എങ്ങനെ കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ഗ്രാഫിന്റെ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത്, കളറൊക്കെ ഇട്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ? നേർ പകുതി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എനിക്ക് വേണ്ടുന്നത് ഈ ലൈൻ ഇട്ട ഭാഗമാണ്. എനിക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ 0.5 ആണെന്ന് അറിയാം. ഈ എക്സ് ഇട്ട ഭാഗം എനിക്ക് ടേബിളിൽ നിന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇട്ട ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് ആ എക്സ് ഇട്ട ഭാഗം എന്താ? 0 മുതൽ 1.65 വരെയുള്ളതാണ്. Probability of 0 less than Z less than 1.65. മനസ്സിലായോ? ടോട്ടൽ ഈ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. പകുതി ഏരിയ. പകുതി ഏരിയയിൽ നിന്ന് എക്സ് ഇട്ട ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മറ്റേത് കിട്ടും. എക്സ് ഇട്ട ഏരിയ എന്ന് പറയുന്നത് എന്താ? ആ എക്സിന്റെ പ്രോബബിലിറ്റി ആണ്. എക്സ് ഇട്ട ഭാഗത്തിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0 മുതൽ 1.65 വരെയുള്ള പ്രോബബിലിറ്റി. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. എന്ത് വരും നോക്കൂ? 1.65. 1.6ഉം മുകളിൽ നിന്ന് 5ഉം. ഇപ്പൊ ഇത് എൻലാർജ് ആയിപ്പോയി. 1.6ഉം മുകളിൽ നിന്ന് 0.05ഉം കൂടെ കോയിൻസൈഡ് ചെയ്യുന്നത് എവിടെയാ നോക്കൂ? 0.4505. ഇതാ ഇവിടെ 0.4505. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0.4505. സബ്ട്രാക്ട് ചെയ്താൽ 0.0495 എന്തോ കിട്ടും. അതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇസഡ് ഗ്രേറ്റർ ദാൻ 1.65 നമുക്ക് ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു കേസ് നോക്കാം. സപ്പോസ് എനിക്ക് ഒരു നെഗറ്റീവ് നമ്പർ കൂടെ വേണം. അതായത് ഐ വാണ്ട് പ്രോബബിലിറ്റി ഓഫ് മൈനസ് 0.25 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.25. മൈനസ് 0.25 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.25. എന്ത് വരും നോക്കൂ? എഗെയിൻ നമ്മുടെ ഗ്രാഫ് വരച്ചു. സെൻട്രൽ വാല്യൂ 0. നമുക്ക് മൈനസ് 0.25 ഉണ്ട്, പ്ലസ് 0.25 ഉണ്ട്. അത് രണ്ട് സൈഡിലായിട്ടാണ്, 0യുടെ രണ്ട് സൈഡിലായിട്ടാണ് കിടക്കുക. അതിനിടയിലുള്ള ഏരിയ ആണ് നമുക്ക് ആവശ്യം. സോ മൈനസ് 0.25 to 0.25 എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ടോട്ടൽ ഏരിയ മൈനസ് ടു 0 to 0.25. ഇത്രയും ഏരിയ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ടേബിളിനകത്ത് വെൻ യു ലുക്ക് അറ്റ് ദ ടേബിൾ ഇസഡിന്റെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇല്ല. വി ഹാവ് ഗോട്ട് ഓൺലി പോസിറ്റീവ് വാല്യൂസ് ഫോർ ഇസഡ്. അപ്പൊ ഈ വാല്യൂസ് വെച്ചിട്ട് വി നീഡ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. അതെങ്ങനെ ചെയ്യും? ഇതിനായിട്ട് വി യൂസ് ദ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സിമെട്രി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഗ്രാഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇസഡ് ഈക്വൽ ടു 0 എന്ന പോയിന്റ് വെച്ച് സിമെട്രിക് ആണെന്നറിയാം. സിമെട്രിക് എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ റൈറ്റ് സൈഡിലോട്ടുള്ളതിന്റെ മിറർ ഇമേജ് ആണ് ലെഫ്റ്റ് സൈഡിലോട്ടും. അപ്പൊ 0 to 0.25 എന്ന് പറയുന്ന ഈ ഏരിയ തന്നെയായിരിക്കും 0 to മൈനസ് 0.25 എന്ന് പറയുന്ന ഈ ഏരിയ. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എന്താണ്? 0 to 0.25
പ്ലസ് 0 ടു മൈനസ് 0.25 ആണ്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി ഗെറ്റ് അവർ ടോട്ടൽ ഏരിയ. സോ ദിസ് ഷുഡ് ബി കൺവേർട്ടഡ് ആസ് ദിസ് ഇസ് ഈക്വൽ ടു 2 into probability of 0 less than z less than 0.25. ബിക്കോസ് ഈ രണ്ട് ഹാഫും ഈക്വൽ ആണ്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഏരിയ ആണ് നമുക്ക് വേണ്ടുന്നത്. കമ്പൈൻ ചെയ്ത ഏരിയ ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ മൾട്ടിപ്ലൈയിങ് ദിസ് ഹാഫ് ബൈ 2. ഈ ഒരു ഹാഫ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാക്ട്ലി ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് കിടക്കുന്നത്. സോ വി വിൽ ഗോ ടു ദ ടേബിൾ. 0.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ 0.25 കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ 0.2 ഹിയർ ആൻഡ് 0.05 ഹിയർ. സോ ദ ഏരിയ ഈസ് 0.987. So our required probability will be 2 into 0.0987. Okay. സോ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഏരിയ വേണേലും ടേബിളിന്റെ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം വി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഐ ഡു വൺ തിങ്, ഐ ഗിവ് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ട്രൈ ടു ഡു ദാറ്റ്. ടേബിള് നിങ്ങളുടെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. യൂസിങ് ദാറ്റ് ടേബിൾ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദീസ് ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് കോപ്പി ചെയ്തോണം. നമ്മൾ എങ്ങനെയാണോ ഇപ്പം വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ചെയ്തത് അതേ രീതിയിൽ try to work out these. P of 0 less than z less than 0.15, 0 less than z less than 1.37. ഈ രീതിയിൽ 7 ക്വസ്റ്റ്യൻസും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കൂ. We'll go through the remaining sessions in the next class. Okay, thank you.